Question number 3. Find two numbers whose sum is 27 and product is 128. ഏതോ രണ്ട് നമ്പേഴ്സിന്റെ സം ആണ് 27. അതായത് നമുക്കറിയില്ല രണ്ട് നമ്പേഴ്സ് ആരാണെന്ന്. രണ്ടിന്റെയും കൂടി സമ്മ് 27ഉം കിട്ടും. രണ്ട് നമ്പേഴ്സും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 182 കിട്ടും. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ആ രണ്ട് നമ്പേഴ്സ്? ഇപ്പോൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിലാണെങ്കിൽ നമുക്ക് ഒരു നമ്പറിനെ ഒരു വേരിയബിൾ എക്സ് എന്നും കൊടുക്കാം, മറ്റു നമ്പറിനെ വൈ എന്നും കൊടുക്കാം. പക്ഷെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒറ്റ വേരിയബിളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് കൊടുക്കാൻ പറ്റില്ല, ഒരു വേരിയബിൾ തന്നെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമുക്കറിയാലോ, ഫസ്റ്റ് നമ്പറിനെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? ഇപ്പോൾ ഫസ്റ്റ് നമ്പർ 10 ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? 27 മൈനസ് 10. അതുപോലെ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 27 മൈനസ് എക്സ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ 27 മൈനസ് എക്സ്. ഇങ്ങനെ വേണം ചെയ്യാൻ. പ്രോഡക്റ്റ് അറിയാം, പ്രോഡക്റ്റ് 182 ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സും ഇൻറ്റു ചെയ്യുക. ഫസ്റ്റ് നമ്പർ എക്സ്, സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞാൽ 27 മൈനസ് എക്സ് ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. 182 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 27 27x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 182. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ വേണ്ടി ഞാൻ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേമിന് മൈനസ് എക്സ് സ്ക്വയറിന്റെ ടേമിന് എഴുതി, അതിനുശേഷം പ്ലസ് 27x എഴുതി. ഇനി 182 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 182 ഇസ് ഈക്വൽ ടു 0. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം നെഗറ്റീവ് ആണ്. അപ്പം നമുക്ക് നെഗറ്റീവ് മാറ്റാൻ എല്ലാ ടേമിനെയും ഒരു നെഗറ്റീവ് വെച്ചിട്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ടേംസിന്റെയും സൈൻ മാറും. നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആവും, പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആയി. സീറോയ്ക്ക് സൈൻ ഇല്ലാത്ത കാരണം അതുപോലെ തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ചെയ്യാൻ 1 ഇൻറ്റു 182. ഇനി 182യുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 91 കിട്ടും. 2 91 നോക്കിയാൽ നമുക്ക് 27 കിട്ടില്ല. ഇനി 3 പോസിബിൾ അല്ല, അങ്ങനെ 7 ആണ് ഇനി അടുത്ത 182 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 26 കിട്ടും. 26ഉം 7ഉം തമ്മിൽ ഒരിക്കലും നമുക്ക് 27 കിട്ടില്ല. അടുത്തത് ഇനി 13 ആണ് 182 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 13 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 14. 13ഉം 14ഉം 27ഉമായിട്ട് റിലേറ്റഡ് ആണ്, കാരണം 13 പ്ലസ് 14 ആണ് 27. നമുക്കിവിടെ കിട്ടേണ്ടത് നെഗറ്റീവ് 27 ആണ്. അപ്പോൾ എടുക്കേണ്ട ഫാക്ടേഴ്സ് നെഗറ്റീവ് 13ഉം നെഗറ്റീവ് 14ഉം. അപ്പോൾ 27xനെ നെഗറ്റീവ് 13x പ്ലസ് നെഗറ്റീവ് 14x എന്ന് എഴുതാം. എഴുതുമ്പോൾ എക്സ് സ്ക്വയർ നെഗറ്റീവ് 13x മൈനസ് 14x പ്ലസ് 182 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് പെയർ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഇതുപോലെ ഫാക്ടേഴ്സ് കിട്ടിയാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി എക്സ് മൈനസ് 13ഉം അതുപോലെ എക്സ് മൈനസ് 14ഉം എഴുതാൻ പറ്റുമെന്ന്. ഇനി നമുക്ക് ഇത് തന്നെയാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷെ മാർക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടണമെങ്കിൽ സ്റ്റെപ്പ് എഴുതണം. അപ്പോൾ സ്റ്റെപ്പ് എഴുതാൻ വേണ്ടി ഇവിടെ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പുറത്തേക്ക് പോയാൽ ബാക്കി എക്സ് മൈനസ് 13. ഇവിടെ രണ്ടിലും ഇവിടെ ഒരെണ്ണം മൈനസും ഒരെണ്ണം പോസിറ്റീവും വന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവിനെ പുറത്തേക്ക് എടുക്കാം. 14 ഇൻറ്റു 13 അല്ലേ 182. അപ്പോൾ 182 നമുക്ക് 14 ഇൻറ്റു 13 എഴുതാമല്ലോ. അപ്പോൾ രണ്ടിലും 14ന്റെ പ്രസൻസ് ഉണ്ട്. 14നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് മൈനസ് 13 ഇസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ രണ്ടിലും എക്സ് മൈനസ് 13 കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു എക്സ് മൈനസ് 14 ഇസ് ഈക്വൽ ടു 0. ഇതല്ലേ നമുക്ക് ഇവിടെ നേരത്തെ ഇത്രയും സ്റ്റെപ്പ് എഴുതാതെ നമുക്ക് ഡയറക്റ്റ്ലി ഇത് കിട്ടിയില്ലേ? ഇങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണിത്. ഇനി 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 13 ഇസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ 0 പ്ലസ് 13 കിട്ടും. അടുത്തത് എക്സ് മൈനസ് 14 ഇസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ 14 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0 പ്ലസ് 14. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 13ഉം 14ഉം ആണ്.
അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് 13ഉം 14ഉം. ഫോർത്ത് വൺ, find two consecutive positive integers whose sum of whose squares is 36. അപ്പോൾ അത് നമുക്ക് കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നോക്കാം. അടുത്തടുത്തുള്ള രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അടുത്തടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ എപ്പോഴും അസ്യൂം ചെയ്യേണ്ടത് ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ നമ്പറിന് എക്സ് പ്ലസ് 1 എന്ന് എഴുതുക. ഇനി ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 2 എടുക്കുക. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 അങ്ങനെ എടുക്കുക. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ 2 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1, 3 കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2, 4 ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 3 അങ്ങനെയാണ് കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സിൽ എടുക്കുക. അപ്പോൾ നമ്പേഴ്സ് കിട്ടി. ഇനി സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ് ഇസ് 36. എന്താണ് ഈ 36 എന്ന് പറഞ്ഞാൽ? ഈ രണ്ട് നമ്പേഴ്സിന്റെയും സം അല്ല, ഇവരുടെ സ്ക്വയറിന്റെയാണ്. ഇവരുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതുക, സെക്കൻഡ് ടേമിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കുക. അവർ തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇവിടെ 36 അല്ല 365 ആണ്. അപ്പോൾ എല്ലായിടത്തും 365 എഴുതുക. ഇസ് ഈക്വൽ ടു 365. അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ പ്ലസ് ബാക്കിയുള്ള ടേം എല്ലാം അങ്ങനെ എഴുതി 365 ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് റൈറ്റ് സൈഡിൽ ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 മൈനസ് 365 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് 364 ഇസ് ഈക്വൽ ടു 0. ഇതിപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. എന്താ പ്രശ്നം? സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്താ? 2 ആണ്. കോൺസ്റ്റന്റ് ടേം എന്താ? നെഗറ്റീവ് 364 ആണ്. അപ്പോൾ 2 ഇൻറ്റു നെഗറ്റീവ് 364 എന്ന് പറയുമ്പോൾ ഒരു വലിയ ടേം വരും. അതായത് 2 ഇൻറ്റു 364 എന്ന് പറയുമ്പോൾ 728 വരും. 728ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചതിന് ഈ 2xനെ സ്പ്ലിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ഈ ഇക്വേഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ, ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. ഇവിടെ 2 എക്സിന്റെ കോഎഫിഷ്യന്റും 2 ആണ്, ഇതും ഒരു ഈവൻ നമ്പറാണ്. അപ്പോൾ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ഹോൾ ഇക്വേഷനെ 2 വെച്ചിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ഇൻറ്റു കോൺസ്റ്റന്റ് ടേം നെഗറ്റീവ് 182 ആണ്. അതായത് നെഗറ്റീവ് 182ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഈ സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3ലും ചെയ്തതിന്റെ ഫാക്ടേഴ്സ് 13ഉം 14ഉം തന്നെ നമുക്ക് ഇതിലും എടുക്കാം. കാരണം 14ൽ നിന്ന് 13 പോയാൽ 1 കിട്ടും. അപ്പോൾ 1xന് നമുക്ക് 14x മൈനസ് 13x എന്ന് എഴുതാം. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് നമ്പറാണ്. പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടണമെങ്കിൽ 14ൽ നിന്ന് തന്നെ 13 കുറക്കണം. അതായത് 14 ഇവിടെ പോസിറ്റീവും 13 നെഗറ്റീവ്. എന്നാലേ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ നെഗറ്റീവ് 182 കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് കിട്ടാൻ എക്സ് സ്ക്വയർ പ്ലസ് 14x മൈനസ് 13x ആണ് 1x മൈനസ് 182 ഇസ് ഈക്വൽ ടു 0. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് 13ഉം പോസിറ്റീവ് 14ഉം അല്ലേ. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 13ഉം എക്സ് പ്ലസ് 14ഉം ആണ് നമ്മുടെ ഫാക്ടേഴ്സ് കിട്ടുന്നത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടുന്ന് കോമൺ എടുക്കുക. അപ്പോൾ എക്സ് കോമൺ എടുക്കുമ്പോൾ ബാക്കി എക്സ് പ്ലസ് 14. ഇവിടെ രണ്ടിലും നെഗറ്റീവ് കോമൺ ആണ്. നെഗറ്റീവ് 13ഉം കോമൺ ആണ്. അപ്പോൾ ബാക്കി എക്സ് പ്ലസ് 14 ഇട്ടാൽ മാത്രമേ ഇവിടെ നെഗറ്റീവ് വരുള്ളൂ. നെഗറ്റീവ് 13 ഇൻറ്റു എക്സ് നെഗറ്റീവ് 13x. നെഗറ്റീവ് ഇൻറ്റു ഇവിടെ നെഗറ്റീവ് ആണ് ഇട്ടേച്ചതെങ്കിൽ പോസിറ്റീവ് 182 ആ കിട്ടുക. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണ് ഇടാം. ഇനി കോമൺ ടേംസിനെ ഒരുമിച്ച് എഴുതുമ്പോൾ എക്സ് പ്ലസ് 14 ഇൻറ്റു എക്സ് മൈനസ് 13 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് മൈനസ് 13 എക്സ് പ്ലസ് 14. അതായത് ഇവിടുന്ന് എക്സ് പ്ലസ് 14 ഇസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് 14 നെഗറ്റീവ് 14. അടുത്തത് എക്സ് മൈനസ് 13 ഇസ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 0 പ്ലസ് 13 13.
ഇവിടെ നമുക്ക് എക്സിന് 2 വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് -14 ഒന്ന് +13. നമ്മുടെ ക്വസ്റ്റ്യനിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെന്ന്. അപ്പോൾ എക്സിന് ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ? ഇത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് പോസിറ്റീവ് ഇൻഡിജർ ആവില്ല. അപ്പോൾ ഈ കേസ് റിജക്റ്റഡ് ആണ്. അപ്പോൾ എക്സ് = 13 ആണ് ഈ കേസിലെ ആൻസർ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ 13, സെക്കൻഡ് നമ്പർ 13 + 1 14. Question number 5. Altitude of a right triangle is 7 cm less than its base. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിൽ ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. തന്നിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡും ബേസും തമ്മിലാണ്. ആൾട്ടിറ്റ്യൂഡ് is 7 cm less than its base. ബേസിൽ നിന്ന് 7 cm കുറക്കുന്നതാണ് ആൾട്ടിറ്റ്യൂഡ്. ബേസ് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇനി if the hypotenuse is 13 cm, hypotenuse 13 cm ആണെങ്കിൽ find the other two sides. ആൾട്ടിറ്റ്യൂഡും ബേസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ആൾട്ടിറ്റ്യൂഡും അറിയില്ല, ബേസും അറിയില്ല. ബേസും റിലേഷൻ എന്താ? ബേസിൽ നിന്ന് 7 cm കുറക്കണം. അപ്പോൾ ഞാൻ ബേസിനെയാണ് എക്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ലെറ്റ് ദ ബേസ് ബി എക്സ് സെന്റിമീറ്റർ. ബേസിന് എക്സ് സെന്റിമീറ്റർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആൾട്ടിറ്റ്യൂഡ് is equal to x - 7. ബേസ് എക്സ്, ആൾട്ടിറ്റ്യൂഡ് x - 7, ഹൈപ്പോട്ടന്യൂസ് 13. ഇപ്പോൾ 3 സൈഡ്സും ആയി. ഇനി ഈ 3 സൈഡ്സും തമ്മിലൊരു റിലേഷൻ ഇല്ലേ റൈറ്റ് ട്രയാങ്കിളിലെ? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൾട്ടിറ്റ്യൂഡ് x - 7, അപ്പോൾ x - 7 ഹോൾ സ്ക്വയർ, ബേസ് എക്സ്, അപ്പോൾ x സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസ് 13 സ്ക്വയർ. ഇത് a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുക. ബാക്കി x സ്ക്വയർ is equal to 13 സ്ക്വയർ 169. ഇനി x സ്ക്വയർ + x സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 14x 7 സ്ക്വയർ 49 169 ഇങ്ങോട്ട് വന്നപ്പോൾ -169 is equal to 0. ഇനി 2x സ്ക്വയർ മൈനസ് 14x, ഇത് 49 - 169 എന്ന് പറഞ്ഞാൽ -120 കിട്ടും. ഇതാണ് ഇക്വേഷൻ. 2x സ്ക്വയർ മൈനസ് 14x 49 - 169 -120 is equal to 0. ഇനി ഈ ഇക്വേഷൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ, ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണ്. അപ്പോൾ 2 വെച്ചിട്ട് ഹോൾ ഇക്വേഷൻ, കംപ്ലീറ്റ് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുമ്പോൾ x സ്ക്വയർ ആകും, ഇത് 7x ആകും, ഇത് -60 is equal to 0. ഇതിന് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാൻ കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഓഫ് x സ്ക്വയർ 1 ഇൻറ്റു കോൺസ്റ്റന്റ് ടേം -60 is equal to -60. -60 കിട്ടണം. ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ -7 കിട്ടണം. അതിൽ ഫാക്ടേഴ്സ് എടുത്തതിൽ 5ഉം 12ഉം ആണ് ഇതിന് സ്യൂട്ടബിൾ. അതായത് 5 ഇവിടെ 7 മൈനസ് കിട്ടണം. -7 കിട്ടണമെങ്കിൽ 5ൽ നിന്ന് 12 പോകുന്നതാണ് -7. അതായത് 5 ഇവിടെ പോസിറ്റീവും 12ന് നെഗറ്റീവും കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ്ലി ഇവിടുന്ന് ഫാക്ടേഴ്സ് എഴുതാം. x + 5ഉം x - 12ഉം ആണ് ഫാക്ടേഴ്സ്. സോൾവ് ചെയ്യുമ്പോൾ x സ്ക്വയർ ടേം അങ്ങനെ തന്നെ എഴുതി, -7xനെ 5x - 12x എന്ന് എഴുതി. ഇനി കോമൺ എടുക്കുമ്പോൾ ഇവിടെ x × x + 5 -12 ഇതിൽ രണ്ടിൽ നിന്നും കോമൺ എടുക്കുമ്പോൾ x + 5 is equal to 0. x + 5 എടുത്ത് എഴുതുക. x - 12 is equal to 0. ഇതാ കറക്റ്റ് നമ്മളുടെ ഇതുമായിട്ട് മാച്ച് ആണ്. ഇനി രണ്ടിനും 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ x is equal to -5ഉം x is equal to 12ഉം കിട്ടും. xന് നമുക്ക് 2 വാല്യൂസ് കിട്ടി. എന്തായിരുന്നു x എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. ഇതിൽ ഏതായിരിക്കും ബേസ് ആയിട്ട് വരിക? ഫസ്റ്റ് നമ്പർ x is equal to -5 ആണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അപ്പോൾ ഈ കേസ് റിജക്റ്റഡ് ആണ്. x is equal to 12 ആണ് റൈറ്റ് ആൻസർ. x is equal to 12 എന്ന് പറഞ്ഞാൽ ബേസ് ആണ് 12 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ 12 - 7 അതായത് 5. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 13, ബേസ് 12, altitude 5. Sixth one, a cottage industry produces a certain number of pottery articles in a day. ഒരു ഇൻഡസ്ട്രി ഒരു certain number of pottery articles ഒരു ദിവസം ഉണ്ടാക്കും. It was observed that on a particular day, ഒരു ദിവസം, that the cost of production of each article, ഓരോ ആർട്ടിക്കിളിൻ്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെയാണ് ഷോർട്ടായിട്ട് ഞാൻ COP എന്ന് എഴുതിയിട്ടുള്ളത്.
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് ആർട്ടിക്കിൾ, ഓരോ ആർട്ടിക്കിളിൻ്റെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വാസ് 3 more than is equal to 3 more than, അപ്പോൾ 3 plus twice the number of articles produced on that day. അതായത് twice എന്ന് പറയുമ്പോൾ 2 into number of articles produced on that day. അന്നേ ദിവസം എത്ര ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ എണ്ണം, അതിൻ്റെ ട്വൈസിനോട് 3 ആഡ് ചെയ്യുക എന്നതാണ് ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത കോസ്റ്റ്. ടോട്ടൽ അവർക്ക് 90 rupees അന്ന് കോസ്റ്റായി. മൊത്തം എല്ലാ ആർട്ടിക്കിൾസും കൂടി പ്രൊഡക്ഷനായിട്ട് 90 rupees ആയി. അങ്ങനെയെങ്കിൽ അന്നേ ദിവസം എത്ര ആർട്ടിക്കിൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു, അതിന് ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തോരം കോസ്റ്റ് വന്നു, ഈ 2 കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഞാൻ എക്സ് ആയിട്ട് എടുക്കണം. നമുക്ക് അറിയില്ല എക്സ് ആർട്ടിക്കിൾസ് അവർ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ ഇക്വേഷനിൽ 2 into നമ്പർ ഓഫ് ആർട്ടിക്കിൾസിന് പകരം നമുക്ക് 2 into എക്സ് എന്ന് എഴുതാം. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 1 ആർട്ടിക്കിൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് 1 ആർട്ടിക്കിൾ 3 plus 2 into x 2x, 3 plus 2x കിട്ടി. ഇനി അന്നേ ദിവസം ടോട്ടൽ അവർക്ക് 90 rupees ആയി. എത്ര ആർട്ടിക്കിൾസ് ഉണ്ടെന്ന് അറിയില്ല, മൊത്തം കോസ്റ്റ് 90 rupees ആയി എന്നറിയാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എക്സ് ആണ്. ഇപ്പോൾ ഞാൻ എക്സിന് പകരം 9 എന്നുള്ള വാല്യൂ അസ്യൂം ചെയ്യുവാണ്. അതായത് അന്നേ ദിവസം അവർ 9 ആർട്ടിക്കിൾസ് ആണ് ഉണ്ടാക്കിയത്. അതിൻ്റെ കോസ്റ്റ് 90 rupees എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിക്കിളിന് എത്ര രൂപയാവും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ 1 ആർട്ടിക്കിൾ. മൊത്തം 9 ആർട്ടിക്കിൾസ് ഉണ്ട്. എല്ലാ ആർട്ടിക്കിളും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ 90 rupees ആയെങ്കിൽ ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ 90യെ ഈ 9 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 10 കിട്ടും. 10 രൂപയാണ് ഒരു ആർട്ടിക്കിളിൻ്റെ കോസ്റ്റ്. ഇവിടെ ഈ 9ന് പകരം നമ്മൾ എടുത്തിട്ടുള്ള വാല്യൂ എന്താണ്? എക്സ് ആണ്. അപ്പോൾ 9 ഡിവൈഡഡ് ബൈ എക്സ് ആണ് കോസ്റ്റ് ഓഫ് 1 ആർട്ടിക്കിൾ. അത് എത്രയാണെന്നാണ് നമ്മളിവിടെ, അതിൻ്റെ വാല്യൂ എന്താ? 3 plus 2x. ഇപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിൽ നിന്ന് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. 3 അല്ല, എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 90 is equal to 3 into x 3x plus 2 into x into x 2x into x 2x square. ഒരു x സ്ക്വയറിൻ്റെ ടേമായി 3xൻ്റെ ടേമായി 90 ഉണ്ട്. ഈ 90 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 0 is equal to 2x square plus 3x minus 90 എന്ന് കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇത് ഈവൻ നമ്പർ, ഇതൊരു ഓഡ് നമ്പർ, ഇത് ഈവൻ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരിക്കലും 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഇനി ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. സോൾവ് ചെയ്യാനായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 2 ഇൻറ്റു -90 -180 കിട്ടും. ഇനി -180യുടെ ഫാക്ടേഴ്സിൽ നിന്ന് 15ഉം 12ഉം എടുത്താലാണ് നടുക്ക് മിഡിൽ ടേമായ 3xനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3x ഇവിടെ പോസിറ്റീവാണ്. പോസിറ്റീവ് 3 കിട്ടണമെങ്കിൽ 15ൽ നിന്ന് 12 കുറക്കണം. അതായത് 15 പോസിറ്റീവ് നമ്പറും 12 ഇവിടെ നെഗറ്റീവ് നമ്പറുമാണ്. ഇവിടെ നമുക്ക് ഫാക്ടേഴ്സിന് എഴുതാം. എക്സ് പ്ലസ് 15ഉം എക്സ് മൈനസ് 12ഉം ആയിരിക്കും ഫാക്ടേഴ്സ്. കോമൺ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് ഇത് നമുക്ക് കോഎഫിഷ്യൻ്റ്, അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 15ഉം ആണ്. 2ഉം 15ഉം നമുക്ക് കോമൺ ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നും പറ്റില്ല. ഇനി എക്സ് മാത്രമേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുള്ളൂ. എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി ബ്രാക്കറ്റിനുള്ളിൽ 2x plus 15 കിട്ടും. ഇനി ഈ കേസിൽ 12ഉം 19ഉം ആണ്. ഇതിന് രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം 6 ആണ്. -6ന് കോമൺ ഔട്ട്സൈഡ് എടുക്കുക. ബാക്കി 12ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 2x പ്ലസ് 19നെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ 15 is equal to 0. ഇപ്പം നമ്മളിവിടെ കോമൺ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ 2x plus 15ഉം വരും, x minus 6 is equal to 0 എന്ന് വരും. ഞാൻ നേരത്തെ കേസിൽ പറഞ്ഞു, ഇത് രണ്ടും കണ്ടുകൊണ്ട് നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഇത് മാച്ച് ആവുന്നില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൻസർ തെറ്റി എന്നല്ല. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണ്? എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് 2. 1 അല്ലാതെ വേറെ എന്ത് നമ്പർ വന്നാലും ഇതുപോലെ നമുക്ക് ചില കേസുകളിൽ സെയിം ആയിട്ട് വരും, ചില കേസുകളിൽ ഡിഫറെൻ്റ് ആയിട്ട് വരും. ഉത്തരം തെറ്റാവില്ല. ഇനി രണ്ടിനെയും 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ
ഇങ്ങനെ കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2x അവിടെ നിർത്തി 15 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 15 നെഗറ്റീവ് 15 ആയി. എക്സിനെ അവിടെ നിർത്തി 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവ് 15/2. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് 15/2 ആണ്. ഇനി ഇവിടെ നിന്ന് എക്സ് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 6 കിട്ടും. എക്സിന് 2 വാല്യൂസ് കിട്ടി. എന്തായിരുന്നു എക്സ് എടുത്തത്? ഇതിനകത്ത് ഏതാണ് സ്യൂട്ടബിൾ എന്ന് നോക്കാൻ എന്താണ് നമ്മൾ എക്സ് എടുത്തത്? നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. അന്ന് ഉണ്ടാക്കിയ ആർട്ടിക്കിൾസിന്റെ എണ്ണമാണ്. നമ്പർ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് നമ്പർ എടുക്കാൻ പറ്റില്ല, ഒരു ഫ്രാക്ഷനും എടുക്കാൻ പറ്റില്ല. ഒരു പോസിറ്റീവ് ഇൻഡിജറിനെ മാത്രമേ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇൻഡിജർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ നമുക്ക് നമ്പർ ഡിനോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കേസ് റിജക്റ്റഡ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ്. അന്നത്തെ ദിവസം 6 ആർട്ടിക്കിൾസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി 90 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. 90യെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾ കണ്ടുപിടിക്കാനായിട്ട് 90യിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 90 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 15 കിട്ടും. ഒരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യാൻ 15 റുപ്പീസും നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് 6 ആണ് ആൻസർ.